ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ കുട്ടി അച്ഛൻ്റെ അമ്മയുടെയും പെട്ടെന്നുള്ള വേർപാട് കൊണ്ടുള്ള ഇമോഷണൽ ഡിസ്ട്രസ്സിലാണ്. അതിനിപ്പോൾ വേണ്ടുന്നത് മെന്റൽ സ്റ്റെബിലിറ്റിയാണ്. അതുകൊണ്ട് അതിനെ സ്നേഹിച്ചും കെയർ ചെയ്തും കൂടെ നിൽക്കുന്ന ആൾക്കാരെയാണ് ആ കുട്ടിക്ക് ആവശ്യം. നിങ്ങൾ രണ്ടുപേരും ജോലി തിരക്കിലാണ്, നിങ്ങൾക്ക് ഫാമിലി പ്രോബ്ലംസും ഉണ്ട്. അതുകൊണ്ട് രണ്ടുപേരും ആ കുട്ടിയെ നോക്കുന്നതിന് യോഗ്യരല്ല എന്ന് ഓഫീസർ അവരോട് പറയും. ഞങ്ങൾ പൂജുവിൻ്റെ ഫാമിലിയാണ്, ഞങ്ങൾ അല്ലെങ്കിൽ പിന്നെ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല ഫൈനലായിട്ട് ഡിസിഷൻ പറയേണ്ടത്, കോർട്ടാണ് പറയേണ്ടത്. നിങ്ങൾക്ക് ഒരവസരം കൂടിയുണ്ട്. ഞാൻ എന്തായാലും ഒരു ഹൗസ് വിസിറ്റിന് വരുന്നുണ്ട്. അവിടെ വേറെ ചില കാര്യങ്ങളും കൂടി എനിക്ക് കൺസിഡർ ചെയ്യാനുണ്ട്. അതിനുശേഷം മാത്രമേ ഫൈനലായിട്ട് വിധി വരത്തുള്ളൂ എന്ന് അവർ പറയും. പൂജു നെയ്ബേഴ്സിന്റെ അടുത്തായിരുന്നു. തിരിച്ചു വരുമ്പോൾ എന്തായി കാര്യങ്ങൾ എന്ന് അവർ ചോദിക്കും. ഹ്യൂജിൻ അധികം സംസാരിക്കാൻ നിൽക്കാതെ തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് പോകും. എന്തോ പ്രശ്നമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. കാര്യങ്ങളൊക്കെ ടേങ് അവരോട് പറയും. അവരുടെ മീൽ കിറ്റ് ഹിറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് എല്ലാവർക്കും സൗകര്യമായിട്ടുള്ള ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അവർ പറയുന്ന ദിവസം ഹൗസ് വിസിറ്റിന് ആ ഓഫീസർ വരുന്ന അതേ ദിവസമാണ്. അത് മാറ്റി വെക്കാനായിട്ട് ടേങ്ങിന് പറ്റുന്നില്ല. അവനത് ചെന്ന് ഹ്യൂജിൻ്റെ അടുത്ത് പറയുമ്പോൾ അത് സാരമില്ല, നമ്മൾ രണ്ടുപേരും വേണമെന്ന് യാതൊരു നിർബന്ധവും, ഞാനത് മാനേജ് ചെയ്തോളാം എന്ന് അവൾ ഉറപ്പ് കൊടുക്കും. അന്ന് പൂജുവിനെ ഡേ കെയറിൽ വിളിക്കാൻ പോകുന്നത് ഹ്യൂജിനാണ്. ഹ്യൂജിനെ കാണുമ്പോൾ തന്നെ പൂജു ഓടിച്ചെല്ലും. ഹ്യൂജിൻ വിളിക്കാൻ വരുന്ന ദിവസങ്ങളിലൊക്കെ കുഞ്ഞിന് നല്ല സന്തോഷമാണെന്ന് ടീച്ചറും നോട്ടീസ് ചെയ്യും. ഓഫീസർ ഹൗസ് വിസിറ്റിന് വരുന്ന ദിവസമാവും. വീടെല്ലാം ഫുൾ ക്ലീൻ ആക്കി എല്ലാം റെഡിയാക്കി ഇട്ടേക്കാണ്. എന്നിട്ടും ഹ്യൂജിൻ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്ന കാണുമ്പോൾ എന്തിനാണ് ഇത്രയും ടെൻഷൻ അടിക്കുന്നത് ടേങ് ചോദിക്കും. അവർ വരുമ്പോൾ ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ പാടില്ല എന്നാണ് ഹ്യൂജിൻ പറയുന്നത്. അവന് ഷൂട്ടിന് പോകാനുള്ള സമയവും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചറിയിക്കണം എന്ന് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞാണ് അവൻ പോകുന്നത്. ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ വാതിലും തുറന്നിട്ടുണ്ട് ഹ്യൂജിൻ. അവിടെ നോക്കുമ്പോൾ കുഞ്ഞിന് ചെറുതായിട്ട് പനിക്കുന്നുണ്ട്. വീട്ടിലെ മരുന്നും ഇരിപ്പില്ല. നെയ്ബറിനെ വിളിച്ച് നോക്കുമ്പോൾ അവരെല്ലാം പുറത്താണ്. ഇവിടെ കുഞ്ഞിന്റെ പനിയുടെ മരുന്ന് എമർജൻസി കിറ്റിലെങ്ങാനും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പൂജു അവള് കാണാതെ തുറന്നിട്ട വാതിൽ കൂടി വെളിയിലേക്ക് ഇറങ്ങും. ഒരു കരച്ചിൽ കേട്ടിട്ടാണ് ഇവിടെ ഓടിച്ചെന്ന് നോക്കുന്നത്. പൂജു സ്റ്റെപ്പിൽ നിന്ന് വീണിട്ടുണ്ടാവും. കറക്റ്റ് സമയത്താണ് ആ ഓഫീസറും അങ്ങോട്ടേക്ക് വരുന്നത്. ഇപ്രാവശ്യം നിങ്ങൾ കാരണം കുട്ടിക്ക് പരിക്ക് പറ്റിയിരിക്കുകയാണ്. ഇത് നെഗ്ലക്റ്റ് ആണ്. കുട്ടിക്ക് ആവശ്യമുള്ള സമയത്ത് കൂടെ ഇല്ലാത്തത് നെഗ്ലക്റ്റ് ആണ്. അത് ഒരു തരത്തിലെ അബ്യൂസ് ആണെന്ന് അവർ പറയും. ഇത് കേട്ടോണ്ടാണ് നെയ്ബേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നത്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഹ്യൂജിൻ ഒരിക്കലും പൂജുവിനെ അബ്യൂസ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് തോന്നിയതുപോലെ ഉപയോഗിക്കാനുള്ള വാക്കല്ല അത്. സൂക്ഷിച്ച് സംസാരിക്കണമെന്നൊക്കെ നെയ്ബേഴ്സ് ഓഫീസറുടെ അടുത്ത് തർക്കിക്കും. ഫാമിലി ഇൻവെസ്റ്റിഗേറ്റർ ചൈൽഡ് അബ്യൂസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ചൈൽഡ് പ്രൊട്ടക്റ്റീവ് കെയർ ചെയ്യുന്ന ആളുകൾ വരും. കുട്ടിയെ അവരുടെ കൂടെ കൊണ്ടുപോകാനായിട്ട് അവർ റെഡി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് പെർമനന്റ് ആയിട്ടുള്ള സെപ്പറേഷൻ അല്ല, കുട്ടിയുടെ സേഫ്റ്റി ഉറപ്പാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജോലി. ഞങ്ങൾ അന്വേഷിച്ച് അബ്യൂസ് ഒന്നും ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നീട് എന്താണെന്ന് വെച്ചാൽ ബാക്കി നടപടികൾ നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവർ കുട്ടിയെ കൊണ്ടുപോകുന്നത്. പൂജനെ കൊണ്ട് പോകരുത്, അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഹ്യൂജിൻ കരയുകയും ബഹളം വെക്കുകയും ചെയ്യും. നെയ്ബേഴ്സും അവർക്ക് വേണ്ടിയിട്ട് വാദിക്കും. നെയ്ബേഴ്സിന്റെ അടുത്ത് നിങ്ങൾ ഞങ്ങളെ തടസ്സപ്പെടുത്തുവാണെങ്കിൽ അത് ക്രിമിനൽ ഒഫൻസ് ആണ്, ഞങ്ങളുടെ ഡ്യൂട്ടി ഒബ്സ്ട്രക്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞ് പോലീസുകാരെ പിന്തിരിപ്പിക്കും. അങ്ങനെ പ്രൊട്ടക്ഷൻ യൂണിറ്റിൽ നിന്ന് വന്ന ആളുകൾ കുട്ടിയെ ആദ്യം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് പൂജുവിനെ കൊണ്ട് പോകും. ഷൂട്ടിലായതുകൊണ്ട് തന്നെ നെയ്ബർ വിളിച്ചിട്ടൊന്നും ടേങ്ങനെ കിട്ടുന്നില്ല. അവൻ രാത്രിയാവും വരുമ്പോൾ. ഇത്രയും നേരം ഫോൺ വിളിച്ചിട്ട് എന്താ എടുക്കാഞ്ഞതെന്ന് ചോദിച്ചിട്ട് നെയ്ബർ ദേഷ്യപ്പെടും. നെയ്ബറിന്റെ അമ്മയാണ് അവനോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. ടേങ് വന്ന് നോക്കുമ്പോൾ ഇതെല്ലാം ഞാൻ കാരണമാണ്, എൻ്റെ തെറ്റ് കാരണമാണ് ഇത് സംഭവിച്ചത്. ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആകാനായിട്ട് പാടില്ലായിരുന്നു, കുട്ടിക്ക് പനി വരാതെ നോക്കണമായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ഹ്യൂജിൻ അവളെ തന്നെ കുറ്റപ്പെടുത്തി സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൂജു എത്രമാത്രം പേടിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവള് കരയുന്നത്. പിറ്റേ ദിവസം ഹ്യൂജിൻ വാതിൽ തുറക്കുന്നത് വരെ നെയ്ബറിന്റെ അമ്മ അവിടെ കാത്തു നിൽക്കും. ടേങ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ പുറത്തേക്ക് പോയേക്കുവാണെന്ന് അവൾ പറയും. അവളെ നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവരെ നിർബന്ധിച്ച് അവരുടെ ഫ്ലാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്ത് വിഷമമുണ്ടെങ്കിലും എൻ്റെ അമ്മയടുത്ത് തുറന്നു പറഞ്ഞാൽ മതി എന്ന് നെയ്ബർ അവളോട് പറയും. അമ്മ അവൾക്ക് വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് എല്ലാം ശരിയാക്കി കൊടുക്കും. അവൾക്ക് കഴിക്കാനുള്ള എനർജി പോലും ബാക്കിയില്ല എന്ന് അമ്മയ്ക്ക് മനസ്സിലാവും. എൻ്റെ ചേച്ചിക്ക് പകരമായിട്ട് പൂജുവിൻ്റെ ഫാമിലി ആകാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, എനിക്കതിനുള്ള അർഹതയില്ല, എനിക്കതിനുള്ള കഴിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹ്യൂജിൻ നെയ്ബറിൻ്റെ അമ്മയടുത്താണ് വിഷമം പറയുന്നത്. ഒരിക്കലും അങ്ങനെ പറയാനായിട്ട് പാടില്ല. നിന്നെ കൊണ്ട് പറ്റുന്നതും അതിനപ്പുറവും നീ പൂജുവിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. പൂജുവിൻ്റെ കണ്ണിൽ നിങ്ങൾ രണ്ടുപേരും അവൻ്റെ ഫാമിലിയാണ്. കാരണം നിങ്ങളാണ് അവനെ നോക്കുകയും സ്നേഹിക്കുകയും ചെയ്തിട്ടുള്ളത്. നമ്മളെ ഫാമിലി ആകാൻ വേണ്ടിയിട്ട് ബ്ലഡ് റിലേറ്റഡ് ആവണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഒരാളെ നമ്മൾ സ്നേഹിച്ചാൽ മാത്രം മതി, അങ്ങനെ നമുക്ക് ഫാമിലി ആകാനായിട്ട് പറ്റും എന്നൊക്കെ അമ്മ അവളോട് പറഞ്ഞു കൊടുക്കും. ഞാനും ദൂഷിക്കും റിലേറ്റഡ് അല്ല എന്ന് ഹ്യൂജിൻ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാകുന്നില്ല. അവള് ചെന്ന് കയറിയപ്പോൾ തന്നെ അവിടെ ഒരു ഫോട്ടോ ഇരിക്കുന്നത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ദൂഷിക്ക് എൻ്റെ മോളുടെ ഹസ്ബൻഡാണ്. അവൾക്ക് പെട്ടെന്നൊരു അസുഖം വന്ന് ഞങ്ങളെ വിട്ടു പോവുകയാണ് ചെയ്തത്. ആ ദിവസങ്ങളിൽ എനിക്ക് ജീവിക്കേണ്ടെന്ന് വരെ തോന്നിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഒരു ദിവസം ഡൂഷിക്കാരൻ്റെ സാധനങ്ങളെല്ലാം കൊണ്ട് ഇങ്ങോട്ടേക്ക് താമസം മാറുകയാണ് ചെയ്തത്. ഓരോരോ ലെയിം ജോക്സ് ഒക്കെ പറഞ്ഞ് എന്നെ ചിരിപ്പിക്കാനൊക്കെ അവൻ എന്നും ശ്രമിക്കുമായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നീ നിന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ച് കളയരുത്, നിന്റെ ജീവിതം പോയി ജീവിക്കണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ അടുത്താണ് എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ കൂടെ താമസം തുടങ്ങുകയാണ് ചെയ്തത്. അവൻ എനിക്ക് മോനെ പോലെ തന്നെയാണ്, അങ്ങനെയാണ് നമ്മൾ മറ്റൊരാളുടെ ഫാമിലി ആകുന്നതെന്നൊക്കെ ഹ്യൂജിൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു കൊടുക്കും. ചെയിൻ തിരിച്ചു വരുമ്പോൾ കാണുന്നത് ബൂജുവിൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന ഹ്യൂജിനെയാണ്. അവരൊന്നിച്ച് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിലേക്ക് പോകും. ബൂജുവിന് നല്ല ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു. അതിനുള്ള മെഡിസിനൊക്കെ ബാഗിനകത്തുണ്ട്. ബൂജുവിൻ്റെ സ്കിൻ സെൻസിറ്റീവ് ആണ്, അതുകൊണ്ട് ഈ ഡയപ്പേഴ്സ് മാത്രമേ യൂസ് ചെയ്യാവൂ. അവനിപ്പോൾ നല്ല ഷോക്കിലായിരിക്കും. അതുകൊണ്ട് ഇത് അവൻ്റെ ഫേവറേറ്റ് ടോയ് ആണ്, ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കാമാവും എന്നൊക്കെ ഹ്യൂജിൻ പറയും. 9 മണിക്ക് മുമ്പ് അവനെ ഉറക്കാനായിട്ട് ശ്രമിക്കണം, അല്ലെങ്കിൽ പിന്നെ അവന് ഉറങ്ങാൻ പാടാണ്. രാത്രിയിൽ ചില സമയങ്ങളിൽ അച്ഛനെയും അമ്മയും വിളിച്ച് കരയാറുണ്ട്. അപ്പോൾ പതുക്കെ എടുത്തൊന്ന് തട്ടിക്കൊടുത്താൽ മതി എന്നൊക്കെ തേങ്ങും അവരോട് പറയും. ഇത് ടെമ്പററി ആണെന്ന് ഞങ്ങൾക്ക് അറിയാം, എന്നാലും ഞങ്ങളുടെ ബൂജുവിനെ നന്നായിട്ട് നോക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാനെല്ലാം നല്ലതുപോലെ നോക്കിക്കോളാം എന്ന് അവരവർക്ക് ഉറപ്പ് കൊടുക്കും. അവളൊന്നും കഴിക്കുന്നില്ല. അവൻ നിർബന്ധിച്ച് കഴിപ്പിക്കാനായിട്ട് നോക്കും. ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ബൂജുവിൻ്റെ ഗാർഡിയൻ ആവാൻ പറ്റുമോ എന്ന് ആദ്യമായിട്ട് ചോദിച്ച ദിവസം ഓർമ്മയുണ്ടാവും. അന്ന് ഞാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതിന് കാരണം എനിക്കാരെയും സ്നേഹിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരാളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെന്നും എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇയാളാണ് എൻ്റെ ആ കാഴ്ചപ്പാട് മുഴുവൻ മാറ്റിയത്. ഇയാളെ വിശ്വസിക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ല, അതുപോലെ ഇപ്രാവശ്യം ഇയാൾ എന്നെ വിശ്വസിക്കണം. കാരണം 2 ദിവസം ഉറങ്ങാതിരുന്നിട്ടും ഒന്നും കഴിക്കാതിരുന്നിട്ടും ഞാൻ വന്നപ്പോൾ കണ്ടത് ആദ്യം ബൂജുവിനെ പറ്റി ചിന്തിക്കുന്ന ഇയാളെയാണ്. എന്തുകൊണ്ടും ബൂജുവിൻ്റെ ഗാർഡിയൻ ആകാനായിട്ട് ഇയാളല്ലാതെ മറ്റാർക്കും അവകാശമില്ല. നമ്മുടെ ബൂജുവിനെ നമ്മൾ വേറൊരാൾക്കും വിട്ടുകൊടുക്കത്തില്ല. എനിക്കും ഇപ്പോൾ ബൂജു ഇല്ലാതെ ജീവിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനിക്കണം എന്ന് പറഞ്ഞ് അവൻ ഹ്യൂജിന് ധൈര്യം കൊടുക്കും. ഇങ്ങനെയൊക്കെ ആക്സിഡന്റ് നടന്നു കഴിയുമ്പോൾ കുട്ടിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്ത് എക്സ്ട്രാ എഫേർട്ടാണ് ആ വീട്ടിലെ ആളുകൾ എടുത്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്വേഷിക്കാൻ ആള് വരും. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ടാണ് ടേം രാവിലെ പോയത്. ബൂജുവിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് വീട് ഫിക്സ് ചെയ്യാമെന്നാണ് അറിഞ്ഞിട്ട് നെയ്ബേഴ്സും അവരുടെ കയ്യിലുള്ള കുറേ സാധനങ്ങൾ കൊടുത്ത് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് അവരുടെ ഫോൺ കോളിന്റെ റെക്കോർഡും കൊടുക്കും. ഇത് വെച്ചിട്ട് സെപ്പറേഷൻ അഗൻസ്റ്റ് അപ്പീൽ കൊടുക്കാം. ഈ ഫോൺ കോൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനഃപൂർവ്വം നെഗ്ലക്ട് ചെയ്തതല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് അവർ പറയും. ഹ്യൂജിൻ പെട്ടെന്ന് വിളിച്ച് ലീവ് പറഞ്ഞതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ഹ്യൂസൺ അവളെ വിളിച്ചു നോക്കും. അന്നേരമാണ് അവൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറയണം എന്ന് അവൻ ഹ്യൂജിൻ്റെ അടുത്ത് ആവശ്യപ്പെടും. അതിനുശേഷം ലോ ഫാമിലുള്ള ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. ഒരിക്കലും ഇല്ലാത്ത തൊട്ട് ഹ്യൂസൺ ഹെൽപ്പ് ചോദിച്ചതുകൊണ്ട് ആ ലോയർ ഫ്രണ്ട് ബൂജുവിൻ്റെ ടീച്ചേഴ്സിൻ്റെയും ഹ്യൂജിൻ്റെ നെയ്ബേഴ്സിൻ്റെയും എല്ലാം സ്റ്റേറ്റ്മെന്റ്സ് കളക്ട് ചെയ്ത് അത് പോലീസ് സ്റ്റേഷനിലേക്കും ബന്ധപ്പെട്ട ഓഫീസേഴ്സിനും എല്ലാം അയച്ചു കൊടുക്കും. ഇത്രയൊക്കെ ചെയ്താൽ മതി നമ്മുടെ ഭാഗത്ത് നിന്ന് അവർക്ക് ഹ്യൂജിൻ എങ്ങനെയുള്ള ഒരാളാണെന്ന് അറിയാനായിട്ട് പറ്റും. ആരും ആ കുട്ടിയെ പറ്റി മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ആ കുട്ടി ബൂജുവിന് വേണ്ടിയിട്ട് എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് മാത്രമേ എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ എന്ന് അയാൾ ഹ്യൂസങ്ങിൻ്റെ അടുത്ത് പറയും. നീ ഇത്രയും കാര്യമായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നിനക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഗേൾഫ്രണ്ട് ആണോ എന്ന് ആ ഫ്രണ്ട് ചോദിക്കും. അല്ല, ഹ്യൂജിൻ എൻ്റെ ഫസ്റ്റ് ലവ് ആയിരുന്നു. അവളുടെ പഴയ ഫ്രണ്ട് എന്ന നിലയിലും ഇപ്പോഴത്തെ കൊളീഗ് അല്ലെങ്കിൽ സൂപ്പർവൈസർ എന്ന നിലയിലും ഹ്യൂജിൻ എത്രമാത്രം കമ്പാഷനേറ്റും കെയറിങ്ങും ആണെന്ന് എനിക്കറിയാം. ആൾ നല്ല റെസ്പോൺസിബിൾ ആണ്. അതുകൊണ്ടാണ് എനിക്ക് അവളെ ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നിയതെന്ന് ഹ്യൂസങ് ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും. കുഞ്ഞിനെ ഇവരെ മാറ്റിയിട്ട് ഒരു ഫോസ്റ്റർ ഫാമിലിയുടെ കൂടെ 3 ദിവസം നിർത്തി നോക്കും. കുട്ടിയാണെങ്കിൽ കരച്ചിൽ നിർത്തുന്നതേ ഇല്ല. അവർ കരച്ചിൽ നിർത്താനായിട്ട് നോക്കിയിട്ടും ബൂജു കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ അവർ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൽ വിളിച്ച് പറയും. അവർ സംസാരിക്കുന്നത് അവിടുത്തെ ഓഫീസർ ലേഡി കേൾക്കും. എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി ഉറങ്ങുന്നുമില്ല, ഫുഡ് കഴിക്കുന്നുമില്ല, അങ്കിളിനെ ആൻറ്റിയെ കാണണമെന്ന് പറഞ്ഞിട്ട് കരച്ചിലാണെന്ന് അവിടുത്തെ പെൺകുട്ടി പറഞ്ഞു കൊടുക്കും. അവര് ബൂജുവിനെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, നന്നായിട്ട് നോക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ പെറ്റീഷനിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കുമ്പോഴും നമുക്കത് മനസ്സിലാവും. ഞാനത് നേരിട്ട് കാണുകയും ചെയ്തതാണെന്ന് ആ പെൺകുട്ടി അവരോട് പറയും. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പെറ്റീഷന്റെ കാര്യങ്ങളും വെച്ചിട്ട് റിപ്പോർട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആവുമല്ലോ എന്ന് പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. ഞാൻ ആ പെറ്റീഷൻ ഒന്ന് വായിച്ചു നോക്കട്ടെ എന്ന് ഓഫീസർ പറയും. പെൺകുട്ടി അവർക്കത് കൊടുക്കുകയും ചെയ്യും. പോലീസ് സ്റ്റേഷനിലേക്ക് ടേങ്ങിനെയും ഹ്യൂജിനെയും വിളിപ്പിക്കും. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വിറ്റ്നസസ് ഉണ്ടെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ്സും പിന്നീട് എവിഡൻസും ഒക്കെ ഈ ഒരു കേസിൽ നിർണായകമാണ്. ഞങ്ങൾക്ക് പെറ്റീഷനും ഇന്ന് രാവിലെയാണ് കിട്ടിയതെന്ന് അയാൾ പറയും.
പെറ്റീഷനെ പറ്റി ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും അറിയത്തില്ലായിരുന്നു. അയാൾ ആ ഡോക്യുമെന്റ്സ് ഒക്കെ കാണിച്ചു കൊടുക്കും. ആരാണ് സൈൻ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ യൂസർ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തതെന്ന് പോലീസുകാരൻ പറഞ്ഞു കൊടുക്കും. ഒരുപാട് ദിവസം കൂടിയിട്ട് ഹ്യൂജൻ ഓഫീസിലേക്ക് വരും. എല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നല്ലോ എന്ന് കൊളീഗ്സ് അവളുടെ അടുത്ത് ചോദിക്കും. ഹ്യൂസൻ ഓഫീസിലില്ല. ഇന്റർനാഷണൽ ഫെയറിന്റെ കാര്യം ക്ലിക്ക് ആയതുകൊണ്ട് അവൻ തിരക്കിലാണ്. അവിടെ ഇരിക്കുന്നോടെയാണ് അവർക്ക് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൽ നിന്ന് കോള് വരുന്നത്. പൂജുവിനെ അവര് ഇവരുടെ കൂടെ വിടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കുഞ്ഞുവിനെ കാണുന്നുണ്ടെ ഓടിച്ചെല്ലും. എത്രമാത്രം ഞങ്ങൾ മിസ് ചെയ്തെന്ന് അറിയാമോ എന്നൊക്കെ ടേങ്ങും ഹ്യൂജനും കുഞ്ഞിന്റെ അടുത്ത് ചോദിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടാണ് ആ ഓഫീസർ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പറ്റിയില്ല, അതുകൊണ്ട് ഇപ്രാവശ്യം ഹൗസ് വിസിറ്റിനും കൂടിയാണ് വന്നതെന്ന് അവർ പറയും. പൂജുവിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവരെ വീട്ടിലെ എന്തൊക്കെയാണ് ചെയ്തേക്കുന്നതെന്ന് അവർ ചുറ്റി നടന്ന് നോക്കും. അവിടെ പൂജുവിന്റെയും ഹ്യൂജന്റെയും കൂടി ഒരു ഫോട്ടോ അവരെന്ന് ഔട്ടിങ്ങിന് പോയപ്പോൾ തേങ്ങ എടുത്തത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ ആ പെറ്റീഷനിൽ ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർക്ക് ഓർമ്മ വരും. ഒരു ഫോട്ടോ ആൽബവും അവൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ആൽബം കാണുമ്പോൾ രണ്ടുപേരും പൂജുവിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ പെറ്റീഷനിലെ കാര്യങ്ങൾ വായിച്ചു കഴിയുമ്പോൾ, ആ ഫോട്ടോ ആൽബം കൂടി കണ്ടു കഴിയുമ്പോൾ അവരെല്ലാം തെറ്റിദ്ധരിച്ചാണ്, അവർക്കെല്ലാം തെറ്റ് പറ്റിയതാണെന്ന് പോലീസ് ഓഫീസേഴ്സ് ഉൾപ്പെടെ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. എൻ്റെ ഇന്നത്തെ വിസിറ്റ് കഴിഞ്ഞു, നമുക്കിനി ഫൈനൽ കോർട്ട് ഹിയറിങ്ങിന് കാണാമെന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അവരിറങ്ങിയ ഉടനെ തന്നെ നിനക്ക് ഞങ്ങളെ മിസ് ചെയ്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് രണ്ടുപേരും കുഞ്ഞിൻ്റെ അടുത്ത് സ്നേഹത്തോടെ സംസാരിക്കുന്നതൊക്കെ അവർ കേൾക്കുന്നുണ്ട്. ഞാനും കുഞ്ഞും അടുത്ത ദിവസം മുതൽ മെയിൻ ബെഡ്റൂമിൽ കിടക്കാനായിട്ട് തീരുമാനിച്ചു എന്ന് ഹ്യൂജിൻ ടേങ്ങിൻ്റെ അടുത്ത് പറയും. അവളും കുഞ്ഞും അത്രയും നാളും ലിവിംഗ് റൂമിലാണ് കിടന്നുകൊണ്ടിരുന്നത്. അവൾക്ക് മെയിൻ ബെഡ്റൂമിൽ കയറുമ്പോൾ ചേച്ചിയെ പറ്റി ഓർമ്മ വരുമായിരുന്നു. അതുകൊണ്ടാണ് അവൾ അങ്ങോട്ടേക്ക് പോകാതിരുന്നത്. ഇയാൾക്ക് അത് പറ്റുമോ, ഓക്കെ ആണോ എന്ന് ടേം ചോദിക്കുമ്പോൾ എനിക്ക് ചേച്ചിയെ പറ്റി ആലോചിക്കുമ്പോഴെല്ലാം ഒരു ഗിൽറ്റി ഫീലിംഗ് ആയിരുന്നു. പക്ഷെ അവൾ തന്ന സ്നേഹവും എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. കുട്ടിയുടെ ഡെവലപ്മെന്റിന് കുട്ടി കളിക്കുന്ന സ്ഥലവും ഉറങ്ങുന്ന സ്ഥലവും എല്ലാം സെപ്പറേറ്റ് ആയിരിക്കണം എന്ന് ഞാൻ ഒരിടത്ത് വായിച്ചു. പൂജുവിന് വേണ്ടിയിട്ട് ഞാനത് ചെയ്തേ മതിയാവൂ എന്നാണ് ഹ്യൂജിൻ ടേങ്ങിൻ്റെ അടുത്ത് പറയുന്നത്. ഫൈനൽ ഹിയറിങ്ങിന്റെ ദിവസമാവും. കോർട്ടിലെത്തുമ്പോൾ നെയ്ബേഴ്സും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടെ ചെന്നിട്ടുണ്ട്. രേഖകളെല്ലാം പരിശോധിച്ചതിന് ശേഷം ഹ്യൂജിന് ഫേവറബിൾ ആയിട്ടാണ് ഫൈനൽ ഡിസിഷൻ വരുന്നത്. ഹ്യൂജിൻ ടേങ്ങും കൂടി മെയിൻ ബെഡ്റൂം എല്ലാം റെഡിയാക്കി എടുക്കും. ഹ്യൂജിൻ അവനോട് താങ്ക്സ് പറയും. ഇയാള് സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്കിതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റിയതെന്ന് അവൾ പറയുമ്പോൾ എൻ്റെ വീടായതിന് നന്ദി എന്നാണ് ടേങ് തിരിച്ച് ഹ്യൂജിൻ്റെ അടുത്ത് പറയുന്നത്. ഇന്റർനാഷണൽ ഫെയർ ഹിറ്റ് ആവും. അതുകൊണ്ട് തന്നെ US ഓഫീസിലേക്ക് അവർക്ക് പുതിയൊരു മാനേജറെ വേണം. ഹ്യൂസൺ US പോകാനായിട്ട് തീരുമാനിക്കും. അവന്റെ ഹെഡിന് അതിന് താല്പര്യമില്ല. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് അയാൾക്കറിയാം. പക്ഷെ ഇത്രയും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരാള് അവിടുന്ന് പോകുന്നതിൽ അയാൾക്ക് സങ്കടമുണ്ട്. ഹ്യൂസനെ കണ്ട് അവൻ ചെയ്തു കൊടുത്ത സഹായങ്ങൾക്കൊക്കെ താങ്ക്സ് പറയും ഹ്യൂജിൻ. US പോവുകയാണെന്ന് അവൻ അവളോട് പറയും. പോകുന്നതിന് മുമ്പ് പൂജുവിന്റെ ബർത്ത്ഡേ അറ്റൻഡ് ചെയ്ത് അവന് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും പറയും. അവൻ മെൻഷൻ ചെയ്യുമ്പോഴാണ് 2 ആഴ്ചക്കുള്ളിലാണ് അവൻ പോകുന്നത്. ഒരാഴ്ച കഴിയുമ്പോൾ പൂജുവിന്റെ ബർത്ത്ഡേ ആണെന്ന് അവൾ ഓർക്കുന്നത്. ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. ആദ്യത്തെ ബർത്ത്ഡേ അല്ലല്ലോ, അപ്പോൾ അത്ര ഗ്രാൻഡ് ആയിട്ട് വേണ്ടല്ലോ എന്ന് ഹ്യൂജിൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് വീട്ടിൽ പോരാ, ഒരു ഹോൾ എടുത്ത് ഗ്രാൻഡ് ആയിട്ട് തന്നെ നടത്തണമെന്ന് ടേങ് നിർബന്ധം പിടിക്കും. ഹോള് കണ്ടുപിടിക്കാനും അവിടെ ഡെക്കറേറ്റ് ചെയ്യാനും എല്ലാം ഹെൽപ്പ് ചെയ്യാമെന്ന് ഫ്രണ്ട്സ് അവനോട് പറയും. കുക്കിങ്ങും ബാക്കി കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് നെയ്ബേഴ്സും പറയും. അങ്ങനെ സെലിബ്രേഷന്റെ ദിവസമാവും. അവരെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. പരിചയമുള്ള എല്ലാവരും ബർത്ത്ഡേ സെലിബ്രേഷന് വരും. എമി ചൂ പ്രഗ്നന്റ് ആണ്. ലൂഷിക്ക് ശരിക്കും ഒരു റിസോഴ്സായിരുന്നു. തിരിച്ച് ജോലിക്ക് ജോയിൻ ചെയ്യാനായിട്ട് തീരുമാനിക്കും. അമ്മയ്ക്ക് സന്തോഷമാവും. എല്ലാവരും കുഞ്ഞിന് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. യൂസങ്ങാണെങ്കിൽ കുഞ്ഞിനൊരു സൈക്കിളുമായിട്ടാണ് വരുന്നത്. ഓഫീസിലെയും ആളുകളെല്ലാം വന്നിട്ടുണ്ട്. ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ തുടങ്ങും. എല്ലാവരുടെയും സ്നേഹത്തിനും അവരോട് കാണിച്ച കെയറിനും എല്ലാം ടേങ് അവിടെ കൂടിയ എല്ലാവരോടും നന്ദി പറയും. പൂജുവിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് കാണിച്ചുകൊണ്ടാണ് ഡ്രാമ അവസാനിക്കുന്നത്.